ഇന്ന് ചെറിയൊരു ഷൂട്ടുണ്ട്. അത്ര വലിയ സംഭവമൊന്നുമല്ല, ഒരു റീലിന് ഇങ്ങനെ ആങ്കറിങ് ചെയ്യുന്ന പോലത്തെ ഒരു പരിപാടിയാണ്. സത്യം പറഞ്ഞാൽ എന്താ പരിപാടിയെന്ന് എനിക്കും അറിയില്ല. എൻ്റെ കോച്ചിങ് സെൻറ്ററിലെ സാറ് മുഖാന്തരം വന്ന ഒരു പരിപാടിയാണ്. സോ കണ്ടറിയാം. ഞാനും എല്ലാവരെയും പോലെ എൻട്രൻസ് എഴുതിയിട്ടുണ്ടായിരുന്നു. CUETയുടെ എൻട്രൻസ് ആണ് എഴുതിയത്. അപ്പോൾ അതിൻ്റെ കോച്ചിങ്ങിന് പോയിരുന്നത് എക്സാമേഴ്സ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലായിരുന്നു. അതിൻ്റെ ഒരു പ്രൊമോഷണൽ ഷൂട്ടിന് വേണ്ടിയിട്ടാണ്. പിന്നെ കുളിച്ച് വന്നിട്ട് മേക്കപ്പൊക്കെ ഇട്ട് റെഡിയായി. ഔട്ട്ഡോർ ഷൂട്ടായതുകൊണ്ട് കുറച്ച് ഹെവി ആയിട്ട് തന്നെ മേക്കപ്പ് ഇട്ടു. നല്ലപോലെ വേർക്കാൻ ചാൻസ് ഉള്ളതുകൊണ്ട് നല്ലപോലെ എല്ലാം പ്രൈമറൊക്കെ ഇട്ട് നല്ലപോലെ കൺസീലറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇട്ടത്. ഹെയർ ഞാൻ പിന്നെ ഓപ്പൺ ഹെയർ ആയിട്ടാണ് ഇട്ടത്. പ്രത്യേകിച്ച് വേറെ സ്റ്റൈലിംഗ് ഒന്നും ചെയ്തില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് മുതിരയായിരുന്നു, അതൊക്കെ കഴിച്ചു. അച്ഛൻ്റെ കൂടെ പോയി. അച്ഛന് ജോലിക്ക് പോകുന്ന റൂട്ടിലായതുകൊണ്ട് എന്നെ ഷൂട്ട് ചെയ്യുന്നിടത്തേക്ക് ഇറക്കി. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മയും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തേക്കിൻകാട് മൈതാനത്തിലാണ് ഞങ്ങൾക്കിന്ന് ഷൂട്ട്. എൻ്റെ കൂടെ ഷൂട്ടിന് അച്ഛനാണ് വന്നിട്ടുള്ളത്. തേക്കിൻകാട് മൈതാനത്തിലെ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടെ സ്കൈ വാക്കിലേക്ക് അമ്മ വന്നതിനും വന്നു. എൻ്റെ ബാക്കി ഷൂട്ടിൻ്റെ സ്കൈ വാക്കിലായിരുന്നു. അമ്മ എല്ലാം ഷൂട്ട് ചെയ്യണതിൻ്റെ ഇങ്ങനെ ചെറിയ വീഡിയോ ഒക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പിയാണ് ഞാനിങ്ങനെ ചെയ്യുന്നതൊക്കെ കാണാൻ. അമ്മയും അനിയനും ഇങ്ങനെ കൂടെ നിന്ന് എപ്പോഴും ഹൈപ്പ് ചെയ്യാൻ എനിക്ക് ഉണ്ടാവാറുണ്ട്. അച്ഛനും നല്ല സപ്പോർട്ടാണ്. പക്ഷെ അച്ഛൻ ഇന്ന് കൂടെ ഫുൾ ഡേ നിൽക്കാൻ പറ്റിയില്ല, അച്ഛന് ജോലിക്കാരൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഞങ്ങളെല്ലാവരും പോയി ഫുഡൊക്കെ കഴിച്ചു. ഷൂട്ടൊക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ അനിയന് ബുക്ക് വാങ്ങാനായിട്ട് കോസ്മോസിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ തൃശ്ശൂർ റൗണ്ടിലൂടെ ഇങ്ങനെ നടന്ന് കോസ്മോസ് ബുക്സിലേക്ക് പോവാണ്. അമ്മ ഇങ്ങോട്ട് നോക്കിക്കേ, അമ്മയും കൂടെ ഉണ്ട്. ടാറ്റാ.